അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു എന്നുള്ള ന്യൂസിൻ്റെ ഒക്കെ താഴത്തൊക്കെ വന്നിട്ട് നമ്മുടെ സംഖ്യകൾ വന്നിട്ട് ഇല്ല മോദിജി നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ നമുക്കറിയാം, അമേരിക്ക നമുക്ക് ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഇരട്ട ചുങ്കത്തിന്റെയൊക്കെ കാര്യം. ഇപ്പൊ നമ്മൾ നേരത്തെ ട്രംപിന്റെ പരിഹാസത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽ വാർത്ത നമുക്ക് പിന്നീട് വിശദമായി നോക്കാം. പക്ഷേ ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഇരട്ട തീരുവ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നു. നടപ്പ് സാമ്പത്തിക പാദത്തിലും അടുത്ത പാദത്തിലും ഇത് ഇടിവിന് ഇടയാക്കാമെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ വ്യക്തമാക്കി. ഇപ്പറഞ്ഞ അനന്ത നാഗേശ്വർ ഉണ്ടല്ലോ, പുള്ളി നമ്മുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഒരു വിദഗ്ധനാണ്, ഒരു സാമ്പത്തിക ഉപദേഷ്ടാവാണ്. അപ്പം പുള്ളിയൊക്കെ ഇതുപോലെ വന്ന് സംസാരിക്കുമ്പം അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചു എന്നുള്ള ന്യൂസിൻ്റെ ഒക്കെ താഴത്തൊക്കെ വന്നിട്ട് നമ്മുടെ സംഖ്യകൾ വന്നിട്ട് ഇല്ല മോദിജി നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. മോദിജി തടുക്കും, സാമ്പത്തിക എന്താ പറയുക ഇടിവും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പുള്ളിയൊക്കെ അങ്ങനത്തെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. അതായത് ഇനി വരുന്ന ഒരു 1-2 ഫിനാൻഷ്യൽ ടൈമിലോട്ട് നമുക്ക് നമ്മുടെ GDP-യിൽ ചെറിയ ചേഞ്ചസ് വരും. അത് സാമ്പത്തിക നിലയിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മുടെ വിദേശ കയറ്റുമതിയിലുള്ള ബുദ്ധിമുട്ട്, നമ്മൾ അമേരിക്കയിലേക്ക് അയക്കുന്ന 85 ബില്യൺ USD ഇടിവ് വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള പല രീതിയിലും നമ്മളെ എഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ ചെറിയ ചേഞ്ചസുകളൊക്കെ വരുത്താൻ പോവാണ്. അതായത് നമ്മുടെ ഈ ഫോറിൻ ട്രേഡും അതുപോലെ തന്നെ അങ്ങനത്തെ ചില കാര്യങ്ങളിൽ നമുക്കൊരു ക്രൈസിസ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴത്ത് വന്നിട്ട് നമ്മുടെ ഈ സംഖ്യകളുടെ കുര കേൾക്കുമ്പം നമ്മൾ ഈ തെരുവിലെ പട്ടികൾ കുരയ്ക്കുമ്പോൾ ഒരു സഹതാപം തോന്നില്ല നമുക്ക്, അല്ല ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ തോന്നുന്ന അതേ അവസ്ഥയിലാണ് ഈ സംഖ്യകൾ കുരച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു അന്തവും കുന്തവും ആകെ കിട്ടുന്നത് ഈ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഗോദി മീഡിയയിലും കുറച്ച് ന്യൂസാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ കുറേ സംഘ വിദഗ്ധരുണ്ട്, അതായത് സംഘ നിഷ്പക്ഷ വിദഗ്ധരും പിന്നെ വേറെ കുറേ ABCD ചാനലുകളും. ഇങ്ങനത്തെ ചാനലുകളിൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഗുസ്തിയും ഇത് പറഞ്ഞ കുറേ ആൾക്കാർ വന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ടുള്ള തള്ളിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ അവസാനം എന്താ? മോദി വിചാരിച്ചു കഴിഞ്ഞാൽ രോഗം വരെ മോദിയുടെ കാൽക്കീഴിൽ വന്ന് കിടക്കും എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ന്യൂസ് കേട്ടിട്ട് ഈ പാവം സംഖ്യകൾ വന്നിട്ട് ഇങ്ങനത്തെ ന്യൂസിൻ്റെ താഴത്തൊക്കെ വന്നിട്ട് വലിയ വലിയ കമൻറ്റുകൾ ഇടും. നമ്മുടെ വിശ്വഗുരു നോക്കും മറ്റേതാക്കും. ഈ പാവപ്പെട്ട വിവരം കെട്ട ഉച്ചാളികൾക്ക് അറിയില്ല എന്താണ് വേൾഡ് ട്രേഡ്, അല്ലെങ്കിൽ എന്താണ് ലോകത്തിലെ ക്രമങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ ഇന്ത്യ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. 28-30 ട്രില്യൺ USD GDP ഉള്ള ഒരു രാജ്യത്തിനോടാണ് 4 ട്രില്യണിൻ്റെ അടുത്തുള്ള ഇന്ത്യ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആ ഇന്ത്യയാണ് അമേരിക്ക പോലത്തെ രാജ്യത്തിന് ഇല്ലാണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യ ഇവിടെ നിന്ന് അങ്ങോട്ടാക്കി, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഈ ട്രേഡിങ് അമേരിക്കക്ക് വെറും തുച്ഛമായ പെർസെൻറ്റേജിൽ കിടക്കുന്ന ഒരു ട്രേഡിങ് മാത്രമാണ്. അത് പോയതുകൊണ്ട് എങ്ങനെയാണോ ഇത്രയും വലിയൊരു ട്രേഡിങ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ട്രേഡുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ GDP ഹൈ എൻഡിൽ നിൽക്കുന്ന ഒരു രാജ്യം തകരുന്നൊക്കെ പറയാൻ എങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ കാണുന്ന മഹാഭാരത കഥകളോ അതല്ലെങ്കിൽ രാമായണ കഥകളോ ഒന്നുമല്ല. നമ്മുടെ കറണ്ട് പ്രസന്റ് വേൾഡാണ്. ഈ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് എൻ്റെ പൊന്നു പാവപ്പെട്ട സംഖ്യകൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇന്ന് മറ്റൊരു ന്യൂസ് കൂടെ നമ്മൾ കണ്ടു. നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്, പുള്ളിയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ദ ട്രൂത്ത് സോഷ്യൽ ഇട്ട ഒരു പോസ്റ്റാണ്. അതായത് ഇന്ത്യയും റഷ്യയും ചൈനയുടെ ഡാർക്ക്നെസ്സിലോട്ട്, അതായത് കറുപ്പിലോട്ട് നമ്മൾ പോവുകയാണ്, അവരിഞ്ഞ് പുതിയ ഫ്രണ്ട്സ് ആവുകയാണ്, ഇന്ത്യയും ചൈനയും നമുക്ക് കൈവിട്ട് പോവുകയാണ്, ചൈനയുടെ എന്താ പറയുക കറുത്ത ഇതിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ് പുള്ളി ഇട്ടത്. അതിന് വിശ്വസ് നേർന്നുകൊണ്ട് ഓക്കെ, അതായത് ഫ്യൂച്ചറിലോട്ട് നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ നന്നാവട്ടെ, ഫ്യൂച്ചറിലോട്ട് ഒരു വിശ്വസ് നേർന്നുകൊണ്ടാണ് ട്രംപിൻ്റെ കളിയാക്കിയിട്ടുള്ള പോസ്റ്റ്. ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് രസമായിട്ട് അല്ലെങ്കിൽ വെറും തമാശയിൽ തള്ളുന്നതിന് പകരം അതേ കൂടെ തന്നെ ട്രംപ് അവിടെ ആ ചൈനയുടെ കറുത്ത കരങ്ങളിലോട്ട് ഇന്ത്യ പോയി എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 2-3 മാസം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ആ സമയം വരെ പ്രധാനമന്ത്രി നമ്മുടെ ഈ സംഖ്യകൾ ഇന്ത്യക്കാർ മൊത്തം ചൈനയ്ക്കെതിരെ എത്ര രൂക്ഷമായിട്ട് സംസാരിച്ചതാണെന്നുള്ളതും ആ സമയത്തുള്ള അതേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും, നമ്മളും ചൈനയായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ ഒരു മാറ്റങ്ങളും ഇതുവരെ വന്നിട്ടില്ല, ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല എന്നെല്ലാം നമുക്കറിയാം. ഇന്ത്യനേക്കാൾ ഒരു എത്ര ഇരട്ടി, ഒരു 4-5 ഇരട്ടി കൂടുതൽ GDP-യിലുള്ള ചൈന, അതായത് 18 ട്രില്യൻ്റെ GDP ഉള്ള ചൈന ഇന്ത്യയിൽ നിന്ന് ഏതായാലും സാധനങ്ങളൊന്നും അങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പോകുന്നില്ല. ചൈനയ്ക്ക് അവരുടെ ഓൺ പ്രൊഡക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഓൺ പ്രൊഡക്ഷൻ കൂട്ടി അത് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കൊടുത്തിട്ടാണ് അവരവരുടെ GDP എങ്ങനെ ഹൈ ലെവലിലോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് US-ലോട്ട് കെട്ടിവിട്ട 85 ബില്യൻ്റെ അത്രയും എമൗണ്ടിൻ്റെ, ഇപ്പോൾ അത് ക്ലോത്തിങ് ആയിക്കോട്ടെ, മറ്റ് ആഭരണങ്ങളായിക്കോട്ടെ,
അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഗാർമെന്റ്സും അതും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ചൈനയിലോട്ട് പോകാനുള്ള ട്രേഡിങ്ങിന് പോകാനുള്ള ഒരു ഓപ്ഷൻസും ഇല്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ SCO മീറ്റിംഗ്, SCO സമ്മിറ്റിലൊന്നും ഇത് വന്നിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ റഷ്യയിലോട്ടും നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കയറ്റി വിടാനുള്ള ഓപ്ഷൻസ് ഇല്ല. കാരണം അമേരിക്കയുടെ ബൈയിങ് പവറും അവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുന്നു, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സാധനം കൊണ്ട് കയറ്റി വിടുമ്പോൾ അത് അവിടെ യൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണോ എന്നുള്ളത് നോക്കണം. അമേരിക്ക പോലെയല്ല ചൈനയും അതുപോലെ റഷ്യക്ക് അവരുടേതായിട്ടുള്ളതുണ്ട്, ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും ഒരു ട്രേഡിങ് ഈ രണ്ട് ആളുകളുമായിട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് എല്ലാ ആൾക്കാരും പറഞ്ഞത്. അതിനുള്ളൊരു ഹോപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഒരു മീറ്റിംഗിൽ എവിടെയും ഇന്ത്യക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുക എന്നല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചൈനയിലോട്ട് ഇന്ത്യയുടെ സാധനങ്ങൾ ഒരുപാടൊന്നും ഇറങ്ങാനും പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പം ഇത്രയും വലിയൊരു ലോസ് പിന്നെ യൂറോപ്യൻ കൺട്രീസിലോട്ട് കൊണ്ടുവിടണം. പക്ഷേ അമേരിക്കയിൽ നിന്ന് ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുന്ന അത്രയൊന്നും ഈ യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും ആൾക്കാർ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ചാൻസസ് ഒരുപാട് ഹൈ ഒന്നുമല്ല. പിന്നെ ജപ്പാനാണ് നമ്മളെ പ്രധാനമന്ത്രി പോയി വന്നത്. ഇപ്പോഴും അവിടത്തേക്കുള്ള ട്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ അവിടത്തോട്ടുള്ള എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ഐഡിയയും അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മൾ മുന്നോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂസൊക്കെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കളിയാക്കിയതും. ഇപ്പം ചൈന മറ്റ് ചില രാജ്യങ്ങൾക്ക് ഇതുപോലത്തെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇപ്പം ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും അങ്ങനത്തെ രാജ്യങ്ങളോട് ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ ചൈന ഈ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചൈനയുടെ ബേസുകൾ ഉണ്ടാക്കുന്ന രീതിയിലോട്ടാണ് മാറുന്നത്. നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയുടെ കാര്യത്തിലൊക്കെ. അവിടുത്തെ അവരുടെ റുപ്പയുടെ അവസ്ഥ കൂപ്പുകുത്തി താഴെ വീട് ഇന്ത്യ അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 88 ആയി, ഈ കൊല്ലം കഴിയുമ്പോഴേക്കും 100 കിടക്കുന്നൊക്കെ ആൾക്കാർ പറയുന്നത്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നമ്മളുടെ വാല്യൂ, പൈസയുടെ വാല്യൂ കുറച്ച് അവരുടെ ഒരു മേൽക്കൈ കൊണ്ടുവരാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതിലൊന്നും ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാത്ത രാജ്യം തന്നെയാണ് ചൈന. ഇത്രയും കാലം ഇന്ത്യക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഇമ്പോർട്ടാണ്, എക്സ്പോർട്ട് നമുക്ക് അങ്ങോട്ടില്ല. അപ്പം ഇമ്പോർട്ട് കൂടുതൽ ഉണ്ടെങ്കിലും മറ്റ് അതിർത്തി തർക്കങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലും ചൈന അവരുടേതായിട്ടുള്ള ഒരു വ്യൂവിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യക്കാർക്ക് നല്ലപോലെ അറിയാം. ഇത് അറിയാത്തത് ഈവൻ നമ്മുടെ കേന്ദ്രത്തിനറിയാം. കേന്ദ്രം ഇന്നിപ്പം ഈ സാമ്പത്തിക വിദഗ്ധർ ഇത് പറയുമ്പോൾ കേന്ദ്രം സമ്മതിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇനി വരുന്ന 1-2 ഫിനാൻഷ്യൽ ടൈമിലോട്ട് നമുക്ക് ലോസ് വരും, ഒരു ക്രൈസിസ് നമുക്ക് എന്തായാലും വരും. ഇപ്പോൾ നമ്മൾ GST കുറച്ചപ്പം നമ്മുടെ നിർമ്മല സീതാരാമനും നമ്മുടെ മോദിജിയൊക്കെ പറഞ്ഞ കാര്യം GST കുറച്ച് ഇന്ത്യയിലെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക സാധനങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ എത്ര ആൾക്കാർ നമ്മൾ അമേരിക്കയിലേക്ക് കൊടുത്തു വിടുന്ന പ്രൊഡക്റ്റിൻ്റെ ആ എമൗണ്ട് നമുക്ക് എത്ര കിട്ടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ആ പൈസ വെച്ചിട്ട് നമ്മൾ ഒരു ഇന്ത്യന് അത്രയും ബൈങ് പവർ ഇന്ത്യക്കില്ല. ഇന്ത്യയിൽ ഒരാൾ വാങ്ങാൻ പോകുന്നില്ല. ഇത്രയും ഗുഡ് ക്വാളിറ്റി ചെമ്മീനും ഇത്രയും ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റും ഇത്രയും ഗുഡ് ക്വാളിറ്റി ക്ലോത്തിങ്ങും നമ്മുടെ കിറ്റെക്സ് സാബു ഒക്കെ കൊണ്ട് വിടുന്ന ക്ലോത്തിങ്, അത്രയും വിലയുടെ ക്ലോത്തിങ് ഇന്ത്യയിൽ ആരും വാങ്ങാൻ പോകുന്നില്ല. ഇന്ത്യയിൽ അതല്ലാത്ത അതിനെ കോമ്പീറ്റ് ചെയ്യുന്ന നല്ല ഒരുപാട് വസ്ത്രങ്ങളും ഗാർമെന്റ്സും ഓർണമെന്റ്സും ഒക്കെ ഇന്ത്യയിലുണ്ട്. അപ്പം നമ്മൾ GST കുറച്ച് ആൾക്കാരുടെ ബൈങ് പവർ കൂട്ടുക എന്നുള്ളത് നമ്മുടെ ലിമിറ്റിന്റെ മേലോട്ടൊന്നും ബൈങ് പവർ കൂടാൻ പോകുന്നില്ല. നമ്മളൊരു കാര്യം ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നിഫ്റ്റി ആണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ഡൗൺലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താന്നിട്ട് നമ്മൾ കുതിപ്പൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഇപ്പം അതുപോലും നമ്മുടെ പല ഓഹരികളും നമ്മുടെ RBI ത്രൂ നമ്മുടെ കേന്ദ്രം തന്നെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ അത് പിടിച്ചു നിർത്തുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറ്. ഒരു സ്ഥലത്ത് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് സർക്കാർ തന്നെ പൈസ ഇട്ട് അല്ലെങ്കിൽ സർക്കാർ RBI ത്രൂ കാശിട്ടിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക സ്റ്റോക്കും ഒക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടും പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇത് എന്താ പറയുക കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു GSTയിലുള്ള ചേഞ്ചസ് വരുമ്പം കുറേ കാറുകൾക്ക് വില കുറയുന്നുണ്ട്. ഹാച്ച് ബാക്ക് സ്മോൾ കാറുകൾക്ക്, അതുപോലെ ചെറിയ 1200 cc താഴത്ത് വരുന്ന കാറുകൾക്ക് വില കുറയും, അല്ലെങ്കിൽ ബൈക്കുകൾക്ക് 350 cc താഴത്ത് ബൈക്കുകൾക്ക് വില കുറയും. പിന്നെ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വില കുറയുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിനൊന്നും നമുക്ക് 18% GSTയിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സാധാരണക്കാരന് ഗുണം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. അതുപോലെ ഇപ്പം ഈ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിനൊക്കെ അതിൻ്റെ ലക്ഷറി അല്ലാത്ത കാറ്റഗറിയിൽ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വില കുറയും. ഇതിനോടൊക്കെ ആളുകളെ കൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിപ്പിക്കുക, കാർ വാങ്ങിപ്പിക്കുക, ബൈക്ക് വാങ്ങിപ്പിക്കുക. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ GST കുറച്ചിട്ട്, ഈ GST കുറച്ച് നമ്മൾ ലിമിറ്റ് പോയി കഴിഞ്ഞാലും ഇത് നമുക്ക് ഇപ്പം അമേരിക്കയിലോട്ട് നമ്മളെ തീരുവ ഇഷ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ മാത്രമുള്ള ഒരു ചേഞ്ചസ് ഒന്നും ഇതുകൊണ്ട് നമുക്കിവിടെ വരാൻ പോകുന്നില്ല എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ഞാൻ പറയാം, വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ, ഞാൻ സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോ ഗോധി മീഡിയയിലോ വരുന്ന വാർത്തകളല്ല. അതല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് സംസാരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ US പ്രസിഡന്റ് ആ രീതിയിൽ നമ്മളെ കളിയാക്കിയത് പോലും നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് മക്കളെ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്
ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇവരുടെയൊക്കെ വാർത്ത ഇന്റർനാഷണൽ ന്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയിരുന്നിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഇന്ത്യ കംപ്ലീറ്റ്ലി അമേരിക്കയായിട്ടുള്ള ഈ ബന്ധങ്ങളൊക്കെ അങ്ങോട്ട് വിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന് എന്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടാനുള്ള അവസ്ഥയിലോട്ടൊന്നും ഇന്ത്യ നിൽക്കുന്നെന്ന് തോന്നുന്നില്ല. ഉറപ്പായിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പല ചർച്ചകളും ഇനി വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമുക്ക് കാണേണ്ടി വരും ആ ചർച്ചകളൊക്കെ. അപ്പം നമ്മളെ സംഘികൾ വേറെ എന്തെങ്കിലും എന്ന് പറയും. കാരണം കഴിഞ്ഞ കൊല്ലം വരെ ട്രംപിന് വരെ അമ്പലം ഉണ്ടാക്കി പ്രാർത്ഥിച്ച ആൾക്കാരവന്മാർ ഇന്നത് തിരിഞ്ഞു. അതുവരെ ചൈനയ്ക്ക് വേണ്ടി ചൈനയെ തെറി വിളിച്ച് നടന്നവരാണ് ഇന്നിപ്പോൾ ചൈനയുടെ തോളിൽ കൈയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഈ പാവപ്പെട്ട സംഘികൾ ഇവരുടെ പിന്നാലെ ഒരു നമ്മുടെ മോദിജി അങ്ങോട്ട് ചാടുമ്പോൾ കൂടെ ചാടും, മോദിജി ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് തിരിച്ചു ചാടും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പല വീഡിയോൻ്റെതായത്തും മറ്റോടത്തും വന്നിട്ട് ഇങ്ങനെ കൊണ അടിച്ച് അല്ലെങ്കിൽ കമൻ്റ് ഇട്ട് ജീവിതം നിർവൃതി അടഞ്ഞ് ചത്തുപോണ ടീം മാത്രമാണ് ഈ സംഘികൾ. അപ്പം നൈറ്റിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് തന്നെയാണ്. ട്രംപിൻ്റെ കളിയാക്കൽ എന്താണെന്നുള്ളതും നമുക്കറിയാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ഈ ക്രൈസിസ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇത് സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പം അതിന് വെറുതെ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല സംഘികളെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ഇന്ത്യക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ സന്തോഷിക്കുന്നു, ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലവന്മാരും വന്ന് എൻ്റെ വീഡിയോനൊക്കെ താഴത്ത് കമൻറ്റ് ഇടുന്നുണ്ട്. ഈ വിവരക്കെട്ട ബോധം കെട്ടവന്മാർക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഇത് കാണുന്ന ബാക്കിയുള്ളവർക്കെങ്കിലും ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിത് വിളിച്ച് പറയുന്നത്. അതല്ലാണ്ട് ഇന്ത്യ തകർന്നുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന, സമാധാനമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് വേറെ ഒന്നും കിട്ടാൻ പോകുന്ന എല്ലാ സമാധാനമായിട്ട് എടുത്ത് കിട്ടും. അത്രേ ഇതിനോടൊക്കെ വരാൻ പോകുന്നുള്ളൂ. അത് അപ്പം നോക്കാം ഇനി ഇവിടുത്തെ അങ്ങോട്ട് ഇനി പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.